Hello everyone, welcome to a new video from Learn with Ease. ഇന്നത്തെ വീഡിയോയിലൂടെ we will be discussing about the most probable question that can be asked for +1 English Improvement Examination 2020. സോ ഇതെന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങൾ, ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് എക്സാമിനേഷന് പോയാൽ A+ നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഷുവർട്ടിയും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സും ട്രിക്സും എല്ലാം ഫോളോ ചെയ്ത് എല്ലാം പഠിച്ച് പക്കയായിട്ട് വെച്ചിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ പ്ലീസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ടോപ്പിക്സ് ദറ്റ് ഐ എം ഗോയിങ് ടു ടെൽ യു നൗ. പക്ഷേ നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ കംപ്ലീറ്റഡ് ആയിരിക്കണം, നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഇതൊരു ചാൻസ് ആണ്. വന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ എഴുതണം, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ക്ലിയർ? സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ഫ്രം ലെസൺസ് ആണ്. അത് പ്രോസും പോയിംസും ഒക്കെ നമുക്കുണ്ട്. സോ അതിൻ്റെ എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ സമ്മറി ഞാൻ നേരത്തെ പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ എക്സ്ട്രാക്ട്സ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻസയോ അല്ല എന്നുണ്ടെങ്കിൽ പാരഗ്രാഫ്, പ്രോസ് ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫോ എന്തെങ്കിലും എടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ആയിരിക്കും. സ്റ്റീഫൻ ഹോക്കിങ്ങിന് നിങ്ങൾ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഹിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ പോയിൻറ്റ്സും ആഡ് ചെയ്ത് ഇലോബറേറ്റ് ചെയ്ത് എഴുതാവുന്ന എന്ന് തന്നെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നെക്സ്റ്റ് ഇസ് പ്രിസിസ് റൈറ്റിംഗ്. പ്രിസിസ് റൈറ്റിങ്ങിൽ വേറെ ഒന്നുമില്ല, തന്നിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് എങ്ങാനും തന്നിട്ടുണ്ടാവും. സോ അതിനെ ആ പാരഗ്രാഫിനെ 1/3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക, അതായത് ഷോർട്ടൻ ചെയ്ത് എഴുതുക, അത്രേ പറയുന്നുള്ളൂ. അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എവിടെ നിന്നാണ് വരുന്നതെന്ന്. അടുത്തതെന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അത് ഈസിയാണ്. തന്നിട്ട് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് തന്നിട്ടുണ്ടാകും. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അത് ഡയറക്റ്റ് ആൻസേഴ്സ് തന്നെ ആയിരിക്കും ആ പെർട്ടിക്കുലർ ഇതിൽ നിന്ന് വരാനായിട്ടുള്ളത്. ആൻഡ് അതും മിക്കവാറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് ലെറ്റർ ടു എഡിറ്റർ. ലെറ്റർ ടു എഡിറ്റർ ഫോർമാറ്റ് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ +1 ഇംഗ്ലീഷ് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിലാണ് അതിൻ്റെ ഫോർമാറ്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. സോ അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. പക്ഷെ പൊതുവേ ലെറ്റർ ടു എഡിറ്റർ അത് ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം അത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ എനിവേ ഫോർമാറ്റ് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലുണ്ട്. സോ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം ഒന്ന് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വൺ ഈസ് എ ലൈവ് TV റിപ്പോർട്ട് ഓർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ലേഹോർലാസ് ടേക്ക് ഓഫിന് ആ സമയത്ത് ഉള്ള ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലൈവ് TV റിപ്പോർട്ടോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ എഴുതാൻ ചോദിച്ചേക്കാം. സോ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് നോക്കിയിട്ട് പോവുക. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഇസ് ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേൻ്റെ ഫോമാറ്റും നിങ്ങൾക്ക് ആ സെയിം ചാപ്റ്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ട്രാവൽ എസ്സേ എഴുതുമ്പോഴേക്കും ട്രിപ്പ് ഓഫ് ലേഹോർല ആ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോയാൽ ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാവൽ ഇൻഫോയാണ്. ട്രാവൽ ഇൻഫോ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കടാവു എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ദെൻ അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ടു സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട്. അതുപോലെ തന്നെ ഇഫ് എന്ന് പറയുന്ന ഒരു പോയം, അതുപോലെ സൺറൈസ് ഓൺ ദ ഹിൽസ്. ഈ 3 പോയം പൊതുവെ അപ്രിസിയേഷൻസ് പോയത്തിൻ്റെ ആണ് ചോദിക്കുന്നത്. സോ പോയംസ് ഈ 3 ഒന്ന് നോക്കിയിട്ട് പോവുക. അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് എഴുതാൻ നോക്കിയിട്ട് പോവുക. ഫോർമാറ്റും ക്ലിയർ ആയിരിക്കണം. സോ ടു സ്ലീപ്പ്, ഇഫ്, സൺറൈസ് ഓൺ ദ ഹിൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ കുറേ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ബേസിക് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അത് ഇലോബറേറ്റ് ചെയ്ത് എഴുതുക. സോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് മാഗി, അതുപോലെ ഹസൻ, AJ ക്രോണിം, അതുപോലെ ഗ്രീട്ട. ഈ 4 പേരുടെ ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഈസ് എസ്സേ റൈറ്റിംഗ്. എസ്സേ റൈറ്റിംഗ് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ സൈബർ ക്രൈം, പിന്നെ ഗാന്ധിജീസ് ലെസൺസ്, അതൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫോർ +1. നെക്സ്റ്റ് ഈസ് ഇമെയിൽ. ഇമെയിലിനെ സംബന്ധിച്ച് സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇമെയിലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ സ്പീച്ച് വരുമ്പോഴേക്കും സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കടാവു, അതുപോലെ തന്നെ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം, ഈ 2 ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് സ്പീച്ച് ചോദിക്കാം.
അതുപോലെ എഡിറ്റിംഗ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 49 എക്സസൈസസ് പ്രൊവൈഡഡ് ആണ്. മാത്രമല്ല ഞാൻ ഇതിൽ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. സോ അതും ചെക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് എഡിറ്റിംഗ് ക്ലിയർ ആയിക്കോളും. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻ്റർവ്യൂ മോസ്റ്റ് പ്രോബബ്ലി ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ഒരു വലിയ ഫേമസ് പേഴ്സണാലിറ്റീൻ്റെ ആയിരിക്കും. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തായാലും നിങ്ങൾ ഫേമസ് പേഴ്സണാലിറ്റീൻ്റെത് +1 പഠിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണല്ലോ. സോ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഡിബേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിമനെ കുറിച്ചിട്ടായിരിക്കും. മേ ബി ടോപ്പിക് ക്യാൻ ബി ലൈക്ക് ദിസ്, ലൈക്ക് ആർ വിമൻ എംപവർഡ് ഇൻ സൊസൈറ്റി. സോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വെച്ചിട്ട് ഡിബേറ്റ് ചോദിക്കാം. പിന്നെ സ്വന്തം വ്യൂസ് എക്സ്പ്രസിങ് യുവർ വ്യൂസ്, അതും ഡിബേറ്റും ഏകദേശം ഒരു ഐഡിയാസ് തന്നെയാണ്. സോ അതും ഈ വിമൻ റിലേറ്റഡ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഷോർട്ട് റൈറ്റപ്പ് നിങ്ങൾക്ക് സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കഡാവു എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റ് ചെയ്തു. അതായത് ഞാൻ ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് ചോദിക്കാനുള്ള എന്ന് പറയുന്നത് മേ ബി റിച്വൽസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോക്കൽ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് റൈറ്റപ്പൊക്കെ ചോദിക്കാം. അതാകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ആകുമ്പോൾ ജനറലി നമ്മൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതുക. ദെൻ ഡയറി റൈറ്റിംഗ് അങ്ങനെ ഇത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം എനിവെയർ. സോ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പം ക്യാരക്ടർ സ്കെച്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈവ് TV റിപ്പോർട്ട്, ലെറ്റർ, ഇതൊക്കെ ഡെഫിനറ്റ് ആണ്. പ്രൊഫൈലൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇത് മാത്രം പഠിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ പറയില്ല. എങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഷോർട്ടി പറയാൻ പറ്റില്ല. സോ ഗീവ് ഇമ്പോർട്ടൻസ് ആസ് വെൽ ആസ് ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ എല്ലാത്തിൻ്റെ ഫോർമാറ്റ്സും ക്ലിയർ ചെയ്ത് പോവുക. ആൻഡ് ഫോർ എനി ഡൗട്ട്സ് ഓർ എനിത്തിങ് പ്ലീസ് ഡു കമൻറ്റ് മീ ബിലോ ദിസ് വീഡിയോ. ആൻഡ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. സോ ആ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ആൻഡ് പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് യുവർ ട്യൂട്ടർ ഫ്രം Learn with Ease, signing off.